അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഹ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, മാനുഷിക മൂല്യങ്ങളെ മതിമറന്ന് അവകാശങ്ങളും നിയമങ്ങളും നോക്കുകുത്തിയാക്കി രക്തചോരിച്ചിലുകൾക്ക് അറുതിയില്ലാത്ത ആൾക്കൂട്ട കൊലപാതകങ്ങളെ സംഹാരതാണ്ഡവമാടുന്ന ഇക്കാലത്ത് ഭരണകൂടത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അന്യോന്യം യുദ്ധം ചെയ്തുകൊണ്ട് റഷ്യയും യുക്രൈനും ഒരു വശത്തും ഫലസ്തീൻ അധിനിവേശത്തിൻ്റെ നേരെ ഇസ്രായേൽ നടത്തുന്ന നരവേട്ട മറുവശത്തും പതിനായിരക്കണക്കിന് ജീവനുകൾ കൊണ്ട് യുദ്ധം ചെയ്ത് രക്തക്കളം തീർക്കുന്ന വർത്തമാനകാലത്താണ് യുദ്ധനിയമങ്ങൾ ഇസ്ലാമിക പാഠം എന്ന വിഷയം ഇവിടെ പ്രസക്തമാകുന്നത്. ഇസ്ലാമിക യുദ്ധങ്ങൾ രക്തരൂക്ഷിതങ്ങളായിരുന്നില്ല. ചരിത്രത്തിൽ യുദ്ധത്തിൻ്റെ ഗാംഭീര്യവും വലിപ്പവും അളക്കുന്നത് ജീവഹാനിയുടെയും നാശനഷ്ടങ്ങളുടെയും തോതനുസരിച്ചാണെങ്കിൽ പ്രവാചകൻ പങ്കെടുത്ത യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇരുപക്ഷതുമായി 1000-ൽ കവിയാത്ത ആളുകൾ മാത്രമാണ്. ആയുധബലം ഘടിപ്പിക്കാനോ കൈതറിപ്പ് മാറ്റാനോ ശത്രുതാപരമായ കയ്യേറ്റങ്ങൾക്കോ വേണ്ടിയായിരുന്നില്ല ഇസ്ലാമിക യുദ്ധങ്ങൾ. പ്രത്യുത രാഷ്ട്രത്തിൻ്റെയും മതത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടിയും മതത്തിൻ്റെ പേരിൽ അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിതർക്കും ദുർബലർക്കും വേണ്ടിയായിരുന്നു ഇസ്ലാമിക യുദ്ധങ്ങൾ. വഖാതിലൂ ഫീ സബീലില്ലാഹ് അല്ലദീ യുഖാതിലൂനകും വലാ തഅതദു. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക, എന്നാൽ നിങ്ങൾ അതിരി വിട്ട് പ്രവർത്തിക്കരുത് എന്നാണ് ഖുർആനിൻ്റെ ആഹ്വാനം. ഇസ്ലാമിക യുദ്ധങ്ങൾ സഹിഷ്ണുതയുടെ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വസ്തുതകളാണ്. റോമക്കാരെ പരാജയപ്പെടുത്തി അംർ ഇബ്നു ആസ് ബൈത്തുൽ മുഖദ്ദിസ് കീഴടക്കിയപ്പോൾ ബൈത്തുൽ മുഖദ്ദിസിൻ്റെ അന്നത്തെ പുരോഹിതനായ ക്രിസ്ത്യൻ പാതിരി ഉമർ റളിയല്ലാഹുവിനെ നേരിൽ കണ്ട് പട്ടണത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദിസിൽ പോവുകയും പാതിരി താമസിക്കുന്ന പള്ളിയിൽ പോവുകയും ചെയ്തു. മുസ്ലിം സൈന്യം കീഴടക്കിയ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ കൊല്ലുകയോ അവരെ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതിന് പകരം പാതിരിയെ നേരിൽ പോയി കണ്ട് താക്കോൽ കൂട്ടം സ്വീകരിക്കുകയാണ് ചെയ്തത്. നമസ്കാര സമയമായപ്പോൾ പാതിരിയെ എത്ര നിർബന്ധിച്ചിട്ടും ക്രിസ്ത്യൻ പള്ളിയിൽ നമസ്കരിക്കാതെ അവിടെ നിന്ന് പുറത്തു പോയി നമസ്കരിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. തനിക്ക് ശേഷം വരുന്ന മുസ്ലിം സമൂഹം താൻ നമസ്കരിച്ചതിൻ്റെ പേരിൽ ക്രിസ്ത്യൻ പള്ളിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ചേക്കുമോ എന്ന ഭയത്തിലായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. കുരിശുയോദ്ധാക്കളിൽ നിന്ന് പുണ്യഭൂമിയും ബൈത്തുൽ മുഖദ്ദിസും തിരിച്ചു പിടിച്ച സലാഹുദ്ദീൻ അയ്യൂബിയെ യൂറോപ്യൻ ചരിത്രകാരൻ പോലും മുക്തകണ്ഠമെന്ന് പുകഴ്ത്തിയത് അദ്ദേഹം യുദ്ധരംഗത്ത് ശത്രുക്കളോട് കാണിച്ച സഹിഷ്ണുതയായിരുന്നു. പുണ്യഭൂമിയിൽ കുടുങ്ങിപ്പോയ കുരിശുയോദ്ധാക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഉപദ്രവിച്ചില്ലെന്ന് മാത്രമല്ല, അവർക്ക് മുസ്ലിം സൈനികരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാക്കാത്തവണ്ണം മുസ്ലിം സൈനികരുടെ അകമ്പടിയോടെ മുസ്ലിം മദീന പ്രദേശത്ത് നിന്ന് പുറത്തെത്തിച്ച കാഴ്ച ചരിത്രത്തിൽ ഒരു മുസ്ലിം ഭരണാധികാരിയിൽ നിന്ന് മാത്രമേ നമുക്ക് കാണാനാകൂ. പാശ്ചാത്യ ചരിത്രകാരന്മാർ കെട്ടിച്ചമച്ചതുപോലെ ഭീകരതയോ അധിനിവേശമോ ലക്ഷ്യമാക്കി രക്തചൊരിച്ചിലുകൾ നടത്തുകയല്ല ഇസ്ലാം ചെയ്തത്. മറിച്ച് അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിതർക്കും ദുർബലർക്കും വേണ്ടി യുദ്ധം ചെയ്യുകയാണ് ചെയ്തത്. യുദ്ധനിയമങ്ങൾ ഇസ്ലാമിക പാഠമെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.